നമസ്കാരം. രാഷ്ട്രീയ കേരളത്തിന്റെ പ്രത്യേകിച്ച് ഇടത് സർക്കാരിന്റെ സർവോപരി സഖാവ് പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും ഉറക്കം കെടുത്തിക്കൊണ്ട് പുതിയൊരു പ്രഖ്യാപനവുമായി സ്വപ്ന സുരേഷ് ഒഫീഷ്യൽ യൂട്യൂബ് ഇൻട്രോ വീഡിയോയുമായാണ് സ്വപ്ന ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബർ 25-ാം തീയതി ക്രിസ്മസ് ദിനത്തിലാണ് സ്വപ്ന ഇത്തരത്തിൽ ഒരു ചുവടുവയ്പ് നടത്തിയിരിക്കുന്നത്. ഈ വിവരം അറിയിച്ചുകൊണ്ട് സ്വപ്ന തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: Thinking of getting connected to all of you. I'm starting a YouTube channel with updates, day-to-day affairs, etc. My channel is Swapna Suresh Official. Please support, share, like and subscribe. നിങ്ങൾ എല്ലാവരുമായും ബന്ധം സ്ഥാപിക്കാൻ ആലോചിക്കുന്നു. അതിനാൽ അപ്ഡേറ്റുകൾ, ദൈനംദിന കാര്യങ്ങൾ തുടങ്ങിയവയുമായി ഞാനൊരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ്. സ്വപ്ന സുരേഷ് ഒഫീഷ്യൽ എന്നതാണ് എന്റെ ചാനൽ. ദയവായി എല്ലാവരും പിന്തുണയ്ക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയായിരുന്നു സ്വപ്നയുടെ പോസ്റ്റ്. കേരള മുഖ്യമന്ത്രിയുടെ കസേരയുടെ ചലനം പോലും നിയന്ത്രിക്കാൻ കേൾപ്പുള്ള സ്വപ്ന സുരേഷിന്റെ നാവുകൾ ഇത്തരത്തിലൊരു യൂട്യൂബ് ചാനലിന്റെ സഹായത്തോടെ ശബ്ദിച്ചു തുടങ്ങുമ്പോൾ ക്ലിഫ് ഹൗസ് നടങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. സ്വപ്നയുടെ പല വെളിപ്പെടുത്തലുകളും രാഷ്ട്രീയ കേരളം ഞെട്ടലോടെയാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സ്വപ്നയുടെ പോരാട്ടത്തിൽ ഈ യൂട്യൂബ് ചാനൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെ വഹിക്കും എന്ന കാര്യം ഉറപ്പ്. സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തലുകൾ ഇനി ഈ ചാനലിലൂടെ ആയിരിക്കും എന്നിരിക്കെ സർക്കാരിന് ഇതൊരു തലവേദനയാകും. പാർട്ടി അണികൾ പോലും മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിയോജിപ്പ് പരസ്യമാക്കിക്കൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഭരണം നിലനിർത്താൻ പെടാപ്പാട് പെടുകയാണ് പിണറായി. മകൾ വീണ വിജയനെതിരെ കേന്ദ്ര ഏജൻസി അന്വേഷണം കൂടി ആരംഭിച്ചതോടെ പടിയിറക്കത്തിന്റെയും ജയിൽ പ്രവേശനത്തിന്റെയും ഇടയിലുള്ള നൂൽപാലത്തിലാണ് മുഖ്യമന്ത്രി കുടുംബം. ഈ സാഹചര്യത്തിൽ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞതുപോലെ പിണറായിക്ക് മേൽ ഇടുത്തിയായി സ്വപ്ന യൂട്യൂബ് ചാനലുമായി എത്തുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് മുതൽ ഇങ്ങോട്ട് പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ സ്വപ്ന സുരേഷ് നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഓരോന്നും അതീവ ഗുരുതരമാണ്. അഴിമതിക്ക് മുൻഗണന നൽകുമ്പോൾ സത്യസന്ധത തിന്മയായി മാറുമെന്നാണ് മാസപ്പടി വിവാദത്തിൽ സ്വപ്ന ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അവർ ആരോപിക്കുന്നത് ഇങ്ങനെ: മുഖ്യമന്ത്രിക്കും മകൾക്കും മാത്രമല്ല, കുടുംബത്തിൽ കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് ആരോപിച്ച സ്വപ്ന കളി തുടങ്ങിയിട്ടേയുള്ളൂ എന്നും കാത്തിരുന്ന് കാണാമെന്നും കൂടി ഫേസ്ബുക്കിൽ കുറിച്ചു. GST വെട്ടിച്ചും സേവന നികുതി, ആദായ നികുതി, എംപ്ലോയി PF, ESI, സെസ്സുകൾ എന്നിവ ഒഴിവാക്കി സംസ്ഥാനത്തെ വഞ്ചിച്ചും ഒരു മകൾ പിതാവുമായി ചേർന്ന് 1,71,00,000 രൂപ കൈക്കൂലിയായി വാങ്ങുമ്പോൾ അവർ സെലിബ്രിറ്റികളാണ്. എന്തുകൊണ്ടാണ് ബന്ധപ്പെട്ട അധികാരികൾ ഈ സെലിബ്രിറ്റികളെ ചോദ്യം ചെയ്യാത്തത് എന്ന് സ്വപ്ന ചോദിക്കുന്നു. സംസ്ഥാനത്തെ കൊള്ളയടിക്കാൻ പരസ്യമായി അവർ കൂട്ടുനിൽക്കുകയാണ് എന്നും സ്വപ്ന പറഞ്ഞു. സ്വപ്നയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: അഴിമതിക്ക് മുൻഗണന നൽകുമ്പോൾ സത്യസന്ധത തിന്മയായി മാറും. കളി തുടങ്ങിയിട്ടേയുള്ളൂ, കാത്തിരുന്ന് കാണുക. സർവീസ് ചാർജ്, മുൻകൂർ പണമിടപാടുകൾ, കിലോമീറ്ററുകളോളം നീളുന്ന ബാഗേജുകൾ. സ്വപ്ന സുരേഷ് ഒരു ക്ലാസിഫൈഡ് ക്രിമിനലായി മാറി. സംസ്ഥാനത്തെ സേവന നികുതിയും ആദായ നികുതിയും GSTയും വെട്ടിച്ച്, ഉദ്യോഗസ്ഥരുടെ PFും ESIയും മറ്റ് സെസ്സുകളും വെട്ടിച്ച് പിതാവുമായി ചേർന്ന മകൾ 1,71,00,000 രൂപ കൈക്കൂലി വാങ്ങിയപ്പോൾ ആ അച്ഛനും മകളും സെലിബ്രിറ്റികളായി. എന്തുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ ഈ സെലിബ്രിറ്റികളെ ചോദ്യം ചെയ്യാതെ നാട് മുഴുവൻ കൊള്ളയടിക്കാൻ പരസ്യമായി കൂട്ടുനിൽക്കുന്നു? ഇത് ഇവരിൽ 2 പേരിൽ മാത്രം ഒതുങ്ങില്ല, കുടുംബം മുഴുവൻ ഇതിൽ പങ്കാളികളാണ്.